ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ വീണ്ടും തെങ്കാശിയിലേക്ക് പോയതാണ്. ഫസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത്തവണത്തെ യാത്ര നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. നമ്മൾ ബൈക്കിലാണ് പോയത്. സോ നമ്മൾ റൂമൊക്കെ എടുത്തായിരുന്നു. ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ വ്യൂ എടുത്താണ്. എങ്ങനെയുണ്ട്? നമ്മൾ തെങ്കാശി പോയിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത്. റൂമാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ലക്ഷറി റൂമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബടി എവിടെ വന്നാ? ബടി എവിടെ വന്നാ? കിടന്ന് കൊച്ചാച്ച ഉറങ്ങടാ. രാവിലെ എഴുതിയപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു വ്യൂ ഇതാണ് കേട്ടോ. കാട്ടുതീ വന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഫുള്ള് കരിഞ്ഞു കിടക്കുന്നു. അമ്മാതിരി ചൂടാണല്ലോ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ രാവിലെ എഴുതിച്ച് റെഡിയൊക്കെ ആയി നിൽക്കുകയാണ്. അമ്പാടി ഇന്നലെ ഫുള്ള് റൂം മാറിയോണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അമ്പാടി ഉറങ്ങണേ ഉള്ളൂ. നല്ല താമസിച്ചാണ് ഉറങ്ങിയത്. 3:30 മണിയൊക്കെ ആയി. ചേട്ടന് കഴിച്ചില്ല. അപ്പോൾ അവരഴിക്കും മുമ്പേ റെഡിയായി നിൽക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട്? കേസ് അവരൊന്നും കഴിച്ചില്ല. ഞാൻ കപ്പലണ്ടി തിന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അമ്പുറക കൊച്ചാച്ചോണെന്ന് കിടക്കുകയാണ്. അമ്പുടുവിനൊരു മൂഡ് ശരിയല്ല. അമ്പുടുവിനൊരു വെച്ചമ്മം. രാത്രി ഫുള്ള് ഉറക്കം ഒഴിഞ്ഞതല്ലേ. അമ്പുടുഷ് നമ്മൾ എവിടെ നിൽക്കണ? ഏടാ നമ്മൾ ഏടേനെ നിൽക്കണാട്? പറടി കള്ളി. നമുക്ക് വെളിയിലോട്ടൊക്കെ പോയി കാണാമോ അവിടെ എന്തിരുന്ന്? അവിടെ എന്തോന്നൊന്ന് നോക്കാം. ഇത് അമ്പാടിക്ക് വീടാണോ? വെളിയിൽ പോയി നോക്കിയിട്ട് വരാം. നമുക്ക് അവിടെയൊക്കെ എന്തിനൊക്കെ ഉണ്ടെന്ന്. നമ്മളും അങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ കഴിച്ച് വന്ന് രാവിലെ. ഗുഡ് മോർണിംഗ് ആയാ? ഗുഡ് മോർണിംഗ് ആയാ? ഇവിടെ ഏടെ നിൽക്കണ? കൊച്ചിൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല. കൊച്ചിയുടെ ആട്ടരിന്ന് ഉറങ്ങിയില്ല. പങ്കട കരച്ചിലായിരുന്നു. അതുകൊണ്ട് മൂഡ് ശരിയല്ല. എൻ്റെ അടി കണ്ണ ഒന്നും കഴിക്കണില്ല. കള്ളിപ്പെണ്ണ്. ഒരു ഹായ് പറഞ്ഞാണ്. കൂട്ടുകാർക്കൊരു ഹായ് പറഞ്ഞാണ്. പറ. അച്ചോ. നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. അങ്ങനെ പോകാൻ പോവേണല്ലേ ഏട്ടാ? വാ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ. രാത്രി എന്തിനു കരഞ്ഞു തുടങ്ങിയത്? എടാ ഡാം എവിടെടാ? ഡാം കാണാൻ വന്നതാണ്. ഡാം കിടന്നിടത്ത് വെള്ളമില്ല, ഒന്നുമില്ല. വരണ്ട് കിടക്കുന്നു. അത്രയ്ക്ക് വെയിൽ. ഗൈസ്, ഇവിടുത്തെ പശുമ്പേനെയൊക്കെ അവുത്ത് വിട്ടിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ കൈയെത്തി പറിക്കുന്ന രീതിയിലാണ് മാങ്ങയൊക്കെ നിൽക്കുന്നത്.
കേരളത്തിനകത്തൊരു ഡാമിനകത്തോട്ട് നിങ്ങൾ നടന്നിട്ടുണ്ടോ? നമ്മളിതാ തമിഴ്നാട് ഡാമിനകത്തോട്ട് ഇങ്ങനെ നടക്കുന്ന വെള്ളം ഇല്ലെന്നേ ഉള്ളൂ. താമ്പാട് ഓടിക്കളിക്കുന്നുണ്ട് ഡാമിനകത്ത് കിടന്ന്. അവരങ്ങ് ഡാമിൻ്റെ അങ്ങ് അറ്റത്ത് പോയി ഗൈസ്. എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പോയില്ല, ഞാൻ തിരിച്ചു വന്നു. ഓടിക്കളിക്കുന്ന അമ്പാടിയാണ്. അമ്പാടി ഒരു ഉറുമ്പ് പോലെയാണ് കാണുന്നത്. അവരിതാ ഞാൻ നിൽക്കുന്നതെന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഗൈസ്. കണ്ട കണ്ണിമാങ്ങയൊക്കെ മാവ് കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ തണുപ്പ് കണ്ടെത്തി, അല്ല തണൽ കണ്ടെത്തി. അവർ പറഞ്ഞതേ ഉള്ളൂ. പോണത് സൂം ചെയ്ത് നോക്കിയാലേ അമ്പാടി എന്താണ് ചെയ്യണേന്ന് അറിയാൻ പറ്റണുള്ളൂ. നമുക്ക് വല്ല പഴുത്ത മാങ്ങ നിൽക്കണമെന്ന് നോക്കാം. ഇതെല്ലാം പച്ചയാണ് കേട്ടോ. നമ്മളിപ്പോൾ 40 രൂപ കൊടുത്തൊരു മാങ്ങ പച്ച വാങ്ങിച്ചു. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ പറിച്ചാൽ മതിയായിരുന്നു. ഗൈസ് ചേട്ടൻ ലൈവായിട്ട് മാങ്ങ കടിച്ച്. എന്തേട്ടാ ഇങ്ങനെ ഇരിക്കണേ മാങ്ങ? ചേട്ടൻ എന്താ കുറേ മാങ്ങയൊക്കെ പറിച്ച് ഗൈസ്. ഇളഞ്ഞതാണോ എന്തോ ഇത് പറിക്കാം. ഗൈസ് നമ്മൾ ഡാമിൽ ഗുണ്ടാർ ഡാമിൽ പോയിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ കുറച്ച് വെള്ളം കണ്ട് കേട്ടോ, തണലും ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തിരുമലൈ കോവിൽ. ചെറുതായിട്ടൊന്ന് കാണാം, നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നെൽപ്പാടമൊക്കെ ആയിരുന്നു, എല്ലാം പോയി കിടക്കുകയാണ്. മരം നിൽക്കുന്നുണ്ട്, കണ്ടൂടെ കേട്ടോ. ചെറുതായിട്ട് കണ്ടോ, ഇവിടെയാണ് കോവിൽ. ആഹാ എന്തോ ഇരിപ്പം പിടിച്ചവിടെ. നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല തെങ്ങിൻ തോപ്പാണ് കേട്ടോ. ചെറിയ ചെറിയ തെങ്ങുകളാണ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല കാറ്റുമുണ്ട്, നല്ല തണലും ഉണ്ട്. കാണിച്ചു തരാം. തെങ്ങ്, ചെറിയ തെങ്ങ് കണ്ട, കുഞ്ഞു തെങ്ങും ഒന്നുമില്ല ഇപ്പം. അത് മാത്രമല്ല വേറെ സാധനം കാണിച്ചു തരാം. പൊത്ത് കാണിച്ചു തരാം. പൊത്ത് അത് പാമ്പൊക്കെ ഉണ്ടോ എന്തോ, കുറേ പൊത്തുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. കൃഷിക്കാരുടെ അവസ്ഥയാണ്. തിരുമലൈ കോവിലിൻ്റെ അങ്ങനെ നമ്മൾ ചായയും വടയൊക്കെ കുടിച്ച ശേഷം അച്ചൻകോവിൽ വഴിയാണ് യാത്ര. അതിനാണ് നമ്മൾ മെയിനായിട്ട് തെങ്കാശിയിൽ പോയത്. അച്ചൻകോവിൽ വഴി പോകുമ്പോൾ ഒരുപാട് ആനിമൽസിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ നമ്മുടെ ഭാഗ്യം കാരണം ഒന്നിനെയും കാണാൻ പറ്റിയില്ല. അവിടുത്തെ അവസ്ഥയും വെള്ളമൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഇതിൽ നല്ല വെള്ളച്ചാട്ടമുള്ള സ്ഥലമായിരുന്നു. ആ വണ്ടി അമ്മക്ക് എടുക്ക പോരെ. നമ്മൾ ഇവിടെ ഇട്ടാ നിൽക്കണ ഇപ്പം
ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ പോയിട്ട് പോണ്ട. താഴെ നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കണ്ട, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയത് താഴെ ചോലയിൽ. താഴെ പോട്ടെ അതിൻ്റെ അടുത്തോട്ട്. മയിലിന് ടാറ്റു കൊടുക്കണം പാടി. ഇന്ത്യക്കളെ ആണ്ടിരിക്കണ മയില്. റിവർ പോകുന്നിടത്ത് കല്ലുകട. കേസ് നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ നടുക്കൊന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പോഴാണെങ്കിൽ അവിടെ ഏതോ അനിമലിൻ്റെ ഒരു അലർച്ച പോലെ കേട്ടോ. അപ്പോഴേ നമ്മൾ പേടിച്ചു. അവരവിടെ നിന്ന് പറഞ്ഞാണ് ഇവിടുന്ന് ഒരിടത്ത് ഇറങ്ങില്ലെന്ന്. കാരണം പുലിയും കരടിയും എല്ലാം ഉള്ളതാണ്. ഈ ഫോറസ്റ്റിൻ്റെ നടുക്ക് ഒരു ജംഗ്ഷൻ പോലെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നല്ല വിശപ്പടിച്ചായിരുന്നു. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കാണും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങായിരുന്നു. പക്ഷെ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, ആദ്യ ഒരു അനുഭവം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല. നല്ല കളറല്ലേ, പക്ഷെ ഇതിൽ കിട്ടും. ഉണന്നിരിക്കണ അയ്യോ, അവ ഉണന്ന് ഇറങ്ങിയതാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ അമ്പാടി ഉണന്ന്. രാവിലത്തെ പോലെ അല്ല ഇപ്പം ചെക്ക് പോസ്റ്റ്. നമ്മൾ മാമ്പഴത്തുറ കൂടെ പോയപ്പോൾ വേണ്ട ഒരു ഏർമാടം. ദാണ്ട ഒരു ഏർമാടം, അടിപൊളി സ്പോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാമ്പഴത്തറ വഴിയാണ് പോകുന്നത്. അതും ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. മാത്രമല്ല അവിടെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. റബ്ബർ കൃഷി, പൈനാപ്പിൾ കൃഷി, പിന്നെ എന്തൊക്കെയോ കൃഷികളുണ്ടായിരുന്നു ഒരുപാട്. നല്ല രസമായിരുന്നു അതുവഴിയുള്ള യാത്രയും. നമ്മൾ അവിടെയും ആനയൊന്നും കണ്ടില്ല. നമ്മൾ പക്ഷേ അച്ചൻകോവിൽ കയറുന്ന സമയത്ത് നല്ല ആനയുടെ സ്മെല്ലുണ്ടായിരുന്നു. ആന അവിടെയൊക്കെ ചവിട്ടി മറിച്ച് പോയിരുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കുളർത്തൂർ പുഴ മടത്തറ വഴിയാണ് പോയത്. രാത്രി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.